എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് അഞ്ജുഷ സുന്ദർജിത്ത്. ഞാനും എൻ്റെ ഭർത്താവും തെലങ്കാനയിൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ടീച്ചേഴ്സായിട്ട്. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ആഘോഷത്തെ പറ്റി പരിചയപ്പെടുത്താനാണ്. കർണാടകയിൽ യുഗാദി എന്നും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ ഉഗാദി എന്നും അറിയപ്പെടുന്ന ഒരു പുതുവർഷ ആഘോഷമാണ് ഉഗാദി. സോ അതിനെപ്പറ്റി പറയാനാണ്, കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. കേരളത്തിലെ വിഷുവും തമിഴ്നാട്ടിലെ പുത്താണ്ടും ആസാമിലെ ബിഹുവും ഒക്കെ പോലെ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അവരുടേതായ പുതുവർഷ പിറവി ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമൊക്കെ ആഘോഷിക്കുന്ന ഒരു വിശേഷ ദിവസമാണ് യുഗാദി അല്ലെങ്കിൽ ഉഗാദി. ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചതിൻ്റെ ദിവസമായിട്ടാണ് ഉഗാദിയെ കണക്കാക്കുന്നത്. ഉഗാദിയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഉഗാദി പച്ചടി. നമ്മുടെ പല ആഘോഷങ്ങളും മനുഷ്യന്റെയും പ്രകൃതിയുടെയും അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നവയാണ്. ഉഗാദി പച്ചടി നമുക്ക് എത്ര മഹത്തായ ഒരു സന്ദേശമാണ് പകർന്നു തരുന്നത്. ഉപ്പും എരിവും മധുരവും പുളിയും ഒക്കെ ചേർന്ന ആ വിഭവം നമുക്ക് പറഞ്ഞു തരുന്നത് വലിയ ഒരു സന്ദേശം തന്നെയാണ്. തീർച്ചയായും മനുഷ്യന്റെ ജീവിതത്തിലെ വിവിധ തരം വികാരങ്ങൾ, സുഖദുഃഖങ്ങൾ, കോപം, ദുഃഖം എല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥ, എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണമെന്നൊരു മഹത്തായ സന്ദേശത്തോടെയാണ് മനുഷ്യർ ഉഗാദി പച്ചടി തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും സുഖദുഃഖങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഒരു മഹത്തായ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്